കമൻ്റ് കണ്ടോളി, സ്റ്റിക്കർ ഉണ്ടാക്കൂ പ്ലീസ് എന്ന് വെച്ചിട്ടായിരുന്നു കമൻറ്റ്. ഇത് ഈ കുട്ടി നമ്മളെ വീഡിയോസിലൊക്കെ എപ്പോഴും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുന്നൊരു കുട്ടി സബ്സ്ക്രൈബറാണ് കേട്ടോ. എൻ്റെ ചാനൽസിൽ എന്ത് ഫസ്റ്റ് ഇട്ട വീഡിയോയിൽ കണ്ടാൽ നോക്കിയാൽ പോലും കിട്ടും. അപ്പം ഇത് കുറേ ദിവസമായി കമൻറ്റ് ഇട്ടിട്ട്, ഇതിപ്പോൾ ലാസ്റ്റത്തെ കമൻറ്റാണ്. അപ്പം ഞാനിപ്പം ഇത് കുറേ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ സ്റ്റിക്കർ ഉണ്ടാക്കിയൊക്കെ വെച്ച് എഡിറ്റൊക്കെ ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ നോക്കുമ്പം ഈ വീഡിയോ തന്നെ കാണുന്നില്ല. അപ്പോൾ ഈ വീഡിയോ ചെയ്ത ക്ലിപ്പ് എൻ്റെയൊക്കെ ഒന്ന് ഡിലീറ്റ് ആയിപ്പോയി, മൊത്തം ഡിലീറ്റാക്കി. ഞാൻ ഈ വീഡിയോ എടുത്ത് അപ്പം തന്നെ ആ ക്ലിപ്പൊക്കെ എഡിറ്റ് ചെയ്താണ്ട് മറ്റേ ഡിലീറ്റ് ആക്കും, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കാണുന്നില്ല. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് കവായ് സ്റ്റിക്കറിനോ പിൻട്രസ്റ്റിൽ നിന്ന് കവായ് സ്റ്റിക്കറോ ക്യൂട്ട് സ്റ്റിക്കറോ എന്നൊക്കെ അടിച്ചാൽ നമുക്ക് കിട്ടും. അപ്പോൾ അത് നമ്മൾ വരച്ചെടുക്കാം. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് പേപ്പർ ട്രൈസ്കോപ്പ് വെച്ചിട്ട് വരച്ചെടുക്കാം. ഞാൻ ഇപ്പോൾ എൻ്റെ കൈ കൊണ്ടാണ് വരച്ചിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ വരക്കാം. ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുറേ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന്. ഇതാണിപ്പോൾ വരച്ച് വെച്ചതൊക്കെ. ഇതിൽ ആ ഡക്കൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. ഞാൻ അതേപോലത്തെ വരച്ചിട്ടുണ്ടായിരുന്നു കുറേ. അപ്പോൾ അതിപ്പോൾ കളർ ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് ഞാൻ അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. ഞാൻ പിന്നെ ഡോമസിൻ്റെ ബ്രഷ് പെന്ന് വെച്ചിട്ടാണ് കേട്ടോ കളർ ചെയ്യുന്നത്. ഇതേപോലെ തന്നെ കുറേ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്, അത് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. പിന്നെ ഈ ബോക്ക് കാണാൻ പറ്റും, അതേപോലെ തന്നെയാണ്. അപ്പം കളർ ചെയ്തിട്ടും ഞാനിപ്പോൾ അതേപോലെ തന്നെയാണ് എടുക്കുന്നത് കളർ ചെയ്യാൻ. അതാകുമ്പോൾ കുറച്ചും കൂടി സിമ്പിളായിട്ട് നമുക്ക് എടുക്കാം. അപ്പം ഞാൻ എല്ലാ ബ്രഷ് പെന്നും വെച്ചിട്ട് കളർ ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് എടുത്തേക്കാം. ഇനി നമുക്ക് മെയിൻ കാര്യത്തിലോട്ട് നടക്കാം. അപ്പോൾ ഞാൻ ഇത് മൊത്തം കളർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഇനി കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ഞാനത് മൊത്തം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ചും കൂടിയും സ്പേസ് വിട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ അതൊരു ക്യൂട്ട് സ്റ്റിക്കറാണല്ലോ. അപ്പോൾ സ്റ്റിക്കർ എന്നൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി സ്പേസ് വിട്ടിട്ടൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതേപോലെ എടുക്കാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ ഞാൻ സെലോ ടേപ്പ് എടുത്തിട്ടുണ്ട്. സെലോ ടേപ്പ് എടുക്കുമ്പോൾ എല്ലാതും പോലും അത് സെലോ ടേപ്പ് കുടുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒക്കെ റെഡിയാക്കി ലാമ്പൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടൊക്കെയാണ് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം ചിലർക്കൊക്കെ ഒരു ഹായ് ഉണ്ട്, അപ്പോൾ ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. പിന്നെ ഇതേപോലെ നിങ്ങൾക്കും പറയുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ സെലോ ടേപ്പ് ബട്ടറിലാണ് ചെയ്യുന്നത്, മൊത്തം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കിൽ ഒരു ബില്ല് വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത്. അങ്ങനെ ഒരു ഗസ്റ്റൊക്കെ പോയപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്, വോയിസ് കൊടുക്കുന്നത്. അതിന് ഞാനത് മൊത്തം എയർ വിട്ടിട്ട് ബബിൾസ് ഒന്നും ഇല്ലാതെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇത് ചെയ്തപ്പോൾ എന്നോട് ഭയങ്കര പ്രൗഡായിരുന്നു. എനിക്ക് തന്നെ നല്ല രസമായിരുന്നു കാണാനൊക്കെ. ഞാൻ ഒന്ന് ടെസ്റ്റിങ് നടത്തുന്നുണ്ട്.